നിലമ്പൂരിൽ അങ്കച്ചൂട്. ആര്യാടൻ ഷൌക്കത്ത് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ മുക്കട്ട ജുമാ മസ്ജിദിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് ഷൌക്കത്ത് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്ക്കൊപ്പമാണ് ആര്യാടൻ ഷൌക്കത്ത് പള്ളിയിലെത്തിയത്. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اوصل قراءتنا ഹലോ 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 ഔപചാരികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൌക്കത്ത്. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ എത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഇന്നത്തെ പര്യടന പരിപാടികളിലേക്ക് ആര്യാടൻ ഷൌക്കത്ത് കടക്കുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റ് VS ജോയ്ക്കൊപ്പം ആര്യാടൻ ഷൌക്കത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയാണ്. ഞങ്ങളുടെയൊക്കെ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ VV പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എന്റെ ദൗർബല്യവും ഒക്കെ എന്റെ പിതാവാണ്. എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ഒറ്റ അഭിലാഷം ഉണ്ടായിരുന്നു. അതാര് എന്നല്ല, ഞാൻ എന്നല്ല, ആരായാലും, അത് ഞാനായാലും ജോയി ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക. നിലമ്പൂർ നഷ്ടപ്പെട്ട ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അതിന്റെ ഒരു എന്ന് ഞങ്ങളൊക്കെ ആര്യാടൻ ഷൌക്കത്ത് മാധ്യമങ്ങളെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച് ഞങ്ങളതിനു വേണ്ടി ഇറങ്ങുന്നു എന്ന്
ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തി പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷമാണ് പ്രചരണത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് വികാരാധീനായാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആര്യാടൻ മുഹമ്മദ് മരിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ നിലയ്ക്ക് പ്രത്യേകതകളുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെയും ഒപ്പം കഴിഞ്ഞ തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വി പ്രകാശ്, അദ്ദേഹവും ഇപ്പോൾ ജീവനോടെ ഇല്ല. അദ്ദേഹത്തിന്റെയും സ്മരണകൾക്ക് മുന്നിൽ അവരുടെ ആഗ്രഹം അനുസരിച്ച് ഈ മണ്ഡലം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യം തന്നെ നിറവേറ്റും എന്നതാണ് ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ആ തീരുമാനം, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ ആവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. നിലമ്പൂരിലെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതിൽ ഖേദിക്കുന്നു. VS ജോയും ആര്യാടൻ ഷൗക്കത്തും ഒന്നിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. VS ജോയ് ആ ഒരു പിന്തുണ പൊതുസമൂഹത്തിന് മുന്നിലും രാഷ്ട്രീയ കേരളത്തിന് മുന്നിലും ഏറ്റവും മര്യാദയുടെ ഒരു മുഖമായി തന്നെ VS ജോയ് ഷൗക്കത്തിനൊപ്പം എത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഈ മുന്നണി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ്. പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിച്ച, ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം തുല്യം തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ്. പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കൈവിട്ടു പോയ UDFന്റെ ഉരുക്കുകോട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെയും പ്രകാശ് ഏട്ടന്റെയും അന്തിമാഭിലാഷം. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായ, ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് UDFന്റെ പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന് 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. തീർച്ചയായും ജൂൺ മാസം 23 വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു വരും. ആര്യാടൻ സാറിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിച്ച് അത് പൂർത്തീകരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നേതൃത്വം നൽകുകയാണ്. അതിവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കും. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥാനാർത്ഥി പ്രതികരിക്കില്ലായിരിക്കും. ഡിസിസി പ്രസിഡന്റ് സംസാരിക്കാൻ ഇന്നലെ അൻവർ നടത്തിയ പ്രസ്താവനകൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു ഇതിനോട് എന്താണ്? സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായം. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ശരി, ഇന്നലെ വൈകിട്ടാണ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ തന്നെ പ്രചാരണങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരും. ആദ്യഘട്ടത്തിൽ
നിലമ്പൂരിന്റെ സുൽത്താൻ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ സുൽത്താൻ എന്നൊക്കെയാണ് ആര്യാടൻ മുഹമ്മദ് അറിയപ്പെട്ടിരുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ആദ്യ മേൽവിലാസവും. അതിനെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഇന്ന് രാവിലെ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തി പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷമാണ് ഔപചാരികമായി പ്രചാരങ്ങളിലേക്ക് കടക്കുന്നത്. VS ജോയും ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുണ്ടായിരുന്നു. ഈ മണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും VS ജോയും പറഞ്ഞത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത പേരാണ് ആര്യാടൻ മുഹമ്മദിന്റേത്. അത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന മേൽവിലാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ പ്രചാരണം തുടങ്ങുകയാണ്. ശേഷ തീർച്ചയായും ആര്യാടൻ മുഹമ്മദും നിലമ്പൂർ എന്നാൽ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ മുഹമ്മദ് എന്നാൽ നിലമ്പൂരും എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഏതാണ്ട് 30 പതിറ്റാണ്ടോളം UDFന്റെ കോട്ടയായി മാറിയ ഇടമായിരുന്നു. പക്ഷേ അവിടെ PV അൻവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി വിജയം കൈയാളുന്ന കാഴ്ച. അതുകൊണ്ട് അന്തരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ അവസാന ആഗ്രഹം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം ഈ അധ്യക്ഷനായ PV പ്രകാശിന്റെ ആഗ്രഹവും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേരുടെ ആഗ്രഹങ്ങളും സാധിക്കാനായാണ് തങ്ങൾ ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങുന്നത് എന്നാണ് DC പ്രസിഡന്റ് PS ജോലിയും ഒപ്പം ആര്യാടൻ ഷൗക്കത്തും വ്യക്തമാക്കുന്നത്. മറ്റു ഒരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ ഈ ഘട്ടത്തിലില്ല. അവിടെ വിജയം എന്നതിൽ പുറഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അന്തരമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ UDFന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം. ഇന്ന് നമ്പർ വിളിക്കാൻ ആരെങ്കിലും ഇന്ന് രാവിലെ ഔപചാരികമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത് News 18നോട്. സംസ്ഥാന സർക്കാരിനെതിരെ UDFും PV അൻവറും ഉന്നയിക്കുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്. അൻവർ അത് മനസ്സിലാക്കി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം News 18നോട് പറഞ്ഞു. ഒട്ടേറെ അനിശ്ചിതത്വങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനൊടുവിലാണ് അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവിടെ നിലമ്പൂരിൽ സംബന്ധിച്ചിടത്തോളം UDFന് പ്രതീക്ഷ എന്നല്ല, വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ 2 ടേമായി, കാരണം കഴിഞ്ഞ 34 വർഷമായി നിലമ്പൂരിൻ്റെ MLA ആയിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ അത് UDF മാറിയതിനു ശേഷം 2016 മുതൽ അത് മുരടിച്ച് നിൽക്കാൻ യാതൊരു തുടർ പ്രവർത്തനങ്ങളുമില്ല. നിലമ്പൂരിൻ്റെ ബൈപ്പാസ് ആവട്ടെ, KSRTC ബസ് സ്റ്റേഷൻ ആവട്ടെ, നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് ആവട്ടെ, പുതിയ പദ്ധതികൾ കൊണ്ടുവരണ്ട. UDF കൊണ്ടുവന്ന പദ്ധതികൾ അതിനൊരു തുടർച്ച പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയോര കർഷകർ തിങ്ങി നിവസിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ. 950കളിലും 60കളിലുമൊക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കടന്നു വന്ന മലയോര കർഷകർ, അവരാണ് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അവരൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിക്കടുത്തൊരു പള്ളിക്കൂടം ഉണ്ടാക്കി. ആ പള്ളിക്കൂടത്തിലാണ് നിലമ്പൂരിലെ പല ആളുകളും ആദ്യമായി അക്ഷരങ്ങൾ പഠിച്ചത്. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷം നിലവിലുണ്ട്. പക്ഷേ ഈ മലയോര കർഷകർക്ക് ഇന്ന് അവർ വിയർപ്പൊഴുക്കുന്ന ഈ കൃഷിഭൂമിയിൽ അവർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അത് ദയനീയമായി, പൈശാചികമായി, ക്രൂരമായ അക്രമങ്ങളിൽ അവർ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാവിശേഷം നിലനിൽക്കുക. 1, 2, 3 അല്ല, യാതൊരു പരിഹാരവും ഇല്ല. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം PV അൻവറിന് കടുത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇനി എന്താണ് അൻവറിന് മുന്നിലുള്ള വഴിയെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്.
അൻവറിനെതിരെ തുറന്നടിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഇന്ന് രംഗത്തെത്തി. അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് അനിൽകുമാർ ഇന്ന് രാവിലെ ന്യൂസ് 18നോട് പറഞ്ഞു. UDF-ഉമായി ചേർന്നു പോകാൻ തീരുമാനിച്ചവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് അറിയില്ല. അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് LDF-നെതിരായ പോരാട്ടത്തെ ദുർബലമാക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്നും അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനു മുമ്പുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, അൻവർ ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ സ്വാധീനിച്ചു? ഒരിക്കലുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ ആലോചിച്ച് ഞങ്ങൾക്ക് പ്രഗത്ഭരായ 2 പേരുണ്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ. ആ 2 പേരിൽ ആരെ വേണം എന്നുള്ളത് ഞങ്ങൾ എല്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും അഭിപ്രായമെടുത്ത് കഴിഞ്ഞ് ഞങ്ങളും KPCCയുടെ നിലവിലുള്ള ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും UDF കൺവീനറുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ പേരിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും VS ജോയ് ഏറ്റവും പ്രഗത്ഭനായ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. ഞങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. യാതൊരു ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ വന്നിട്ടില്ല. ജോയിയുടെ നിലപാടും ഇതിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കിയോ? ഒരിക്കലുമില്ല. ജോയി, ഞാൻ സൂചിപ്പിക്കുകയാണ്, ജോയി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. ആ രീതിയിൽ അദ്ദേഹം ഒരു രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ ഏറ്റവും നല്ല രീതിയിൽ ആദ്യം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹമാണ്. ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിനകത്ത് എല്ലാവരോടും അദ്ദേഹം പൂർണ്ണ സഹകരണം പാർട്ടിക്ക് ഉണ്ടാകും. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റാണ്. ആ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പലരും ആശയക്കുഴപ്പം, പലതും കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരത്തിലൊന്നുമില്ലാതെ സുഗമമായി തീരും എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ തീർന്നു. തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് PV അൻവറാണ്. PV അൻവർ UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ് പലവട്ടം. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അൻവറിന്റെ ഭാഗത്ത്? അല്ല, UDF-നെ പിന്തുണയ്ക്കുന്നവരാരായാലും UDF-ന്റെ സ്ഥാനാർത്ഥി അത് ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് UDF-ആണ്. ഇത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്തുണയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പിന്തുണയ്ക്കുന്നതിന് പകരം ഉണ്ടാക്കിയ വിമർശനങ്ങൾ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു ആശയവിനിമയം അദ്ദേഹവുമായി നടന്നിരുന്നു അതിനുശേഷം? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നു സ്ഥാനാർത്ഥിയെക്കുറിച്ച്. അത് ഒരു മുന്നണി സംവിധാനത്തിൽ അത് മുന്നണിയുടെ ഭാഗമല്ല എങ്കിൽ പോലും അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹം UDF-ന് പിന്തുണ നൽകുവാനും ഒക്കെ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല എന്ന് ഏറ്റവും മിനിമം ഇപ്പോൾ പറയാൻ കഴിയും. എങ്ങനെയാണ് ഇനി അൻവറിൻ്റെ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്? 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ നില പറഞ്ഞത്. അൻവറുമായി കൂടുതൽ ആലോചനകളുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിൽ തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണ വേണം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ UDF-ന് നിരുപാധിക പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് പിന്തുണ ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കടുത്ത നീക്കം അൻവറിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കൂടിയാലോചനകളും ചർച്ചകളും ഈ ദിവസങ്ങളും ഉണ്ടാവും UDF എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള? PV അൻവറുമായിട്ട് നിരന്തരമായും നേതാക്കളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കാറുണ്ട്, മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഈ സമയത്തും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവുമായും ബന്ധപ്പെടും. എന്താണെങ്കിലും ശക്തമായൊരു തീരുമാനമെടുത്ത് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റവും ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ ഞങ്ങൾ ഏപ്രിലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പ്രഖ്യാപനം വരും, മെയ്യിൽ ഇലക്ഷൻ ഉണ്ടാവും തീരുമാനിച്ചാണ്. ഇപ്പോൾ ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലാണ് ഇലക്ഷൻ. ഇത്രയും നാളായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF എത്രമാത്രം മുന്നിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മികച്ച ഭൂരിപക്ഷം തന്നെയാണ്. മികച്ച ഭൂരിപക്ഷമാണ്.
ആത്മവിശ്വാസത്തോടെ തന്നെ UDF തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടും അതേപോലെ തന്നെ എന്ത് വാക്കാണോ അൻവർ തന്നത് അത് പാലിക്കേണ്ടതിൻ്റെ ആവശ്യവും എല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിജയം തന്നെയാണ് UDF നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്ന എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. PV അൻവറുമായി സമവായത്തിലെത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ പഠിക്കുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് അൻവർ ഉയർത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം താൻ അൻവറിനോട് സംസാരിച്ചിട്ടില്ലെന്നും K. സുധാകരൻ സംസാരിച്ചിരുന്നതായും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രത്യേകിച്ച് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിലാണ്. ആവശ്യമായ ചർച്ചകൾ നടത്തും. കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഈ സ്ഥാനാർത്ഥിയുടെ 2 ദിവസത്തേക്ക് പഠിക്കുമെന്നാണ് അന്നൂർ പറഞ്ഞിരിക്കുന്നത്. പഠിക്കുന്നത് നല്ല കാര്യമല്ലേ. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെയാണ് അൻവർ എതിർത്തത്. ആഭ്യന്തര വകുപ്പിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർത്തു, അഴിമതി ഭരണത്തെ എതിർത്തു. ആ ജനകീയ പ്രശ്നങ്ങളെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുകയാണ്. ആ വിഷയങ്ങൾ തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. അപ്പോൾ ആ വിഷയാധിഷ്ഠിത സഹകരണം അൻവറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ 2 ദിവസം കാത്തിരിക്കൂ എന്നതായിരുന്നു PV അൻവറിന്റെ പ്രഖ്യാപനം. ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ 10 മണിക്ക് അൻവർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് നിലമ്പൂരിൽ നിന്ന്. അനുമോദ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അൻവറിന്റെ എന്താണ് ഭാവി പ്ലാൻ എന്നറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച അത് അൻവറിന്റെ ആവശ്യപ്രകാരം നടക്കുന്ന കൂടിക്കാഴ്ചയാണോ? അല്പസമയം മുൻപ് കൂടി സണ്ണി ജോസഫ് പറഞ്ഞത് സമവായത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതൊക്കെയാണ്. കുഞ്ഞാലിക്കുട്ടി വഴി ഏതെങ്കിലും ഒരു സമവായ ശ്രമം കുറച്ചുകൂടി തന്നെ കൂടി പരിഗണിക്കണമെന്നൊരു നിലപാട് അൻവർ മുന്നോട്ട് വെക്കുകയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ അൻവറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ? ശ്രീജ, ഒരു തരത്തിലും UDFിന്റെ ഭാഗത്തുനിന്നൊരു സമവായ ശ്രമമല്ല, മറിച്ച് അൻവറിന് പറയാനുള്ളത് കേൾക്കുക മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ അൻവർ അങ്ങോട്ട് സമയം ചോദിക്കുകയായിരുന്നു. തുടർന്ന് അൻവറിന് പറയാനുള്ളത് കേൾക്കാൻ കുഞ്ഞാലിക്കുട്ടി സമയം അനുവദിച്ചു. അതല്ലാതെ ഇതൊരു മധ്യസ്ഥ ശ്രമമോ സമവായ ചർച്ചയോ അല്ല എന്ന തരത്തിലാണ് UDFിൻ്റെയും ലീഗിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, PV അൻവർ അകപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു പ്രതിസന്ധിയിലാണ്. താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സമ്മർദ്ദതന്ത്രത്തിലൂടെയും സമവായത്തിലൂടെയും ഒന്നും അൻവർ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അൻവറിന് മുമ്പിൽ ആകെ ശേഷിക്കുന്നത് UDFിനൊപ്പം പോവുക എന്നുള്ളതാണ്. പക്ഷേ അതിന് തന്നെ നേരത്തെ AP അനിൽകുമാർ പറഞ്ഞതുപോലെ മുന്നണി UDFിനൊപ്പം നിൽക്കാം എന്ന് ഉറപ്പ് തന്ന ആൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലായി അദ്ദേഹം മയത്തിൽ പറയുമ്പോൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അതിനെതിരെ എത്രമാത്രം രോഷമുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ PV അൻവറിനെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ UDFിൽ ഇപ്പോൾ ഭിന്നാഭിപ്രായമുണ്ട്. കാരണം മുന്നണിക്ക് നൽകിയ ഉറപ്പുകൾ അത് പാലിക്കുന്നതിൽ PV അൻവർ ഒരു മര്യാദ കാണിച്ചിട്ടില്ല എന്ന അഭിപ്രായം ശക്തമാണ്. ഈ വിഷയത്തിൽ തനിക്ക് എന്ത് പറയാനുണ്ട് എന്ന കാര്യം കുഞ്ഞാലിക്കുട്ടിയെ ധരിപ്പിക്കുക, അതുവഴി നാളെ ഒരു സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ UDFിൽ ഈ കാര്യങ്ങൾ കുറെ കൂടി സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് ഇപ്പോൾ അൻവറിന് മുമ്പിലുള്ള ഒരു ഉദ്യമം. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നാണ്, 2 ദിവസത്തേക്ക് പറയില്ല, കാത്തിരിക്കട്ടെ, സാഹചര്യം പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ഘട്ടത്തിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. LDFിനൊപ്പം അദ്ദേഹത്തിന് ഒരിക്കലും പോകാൻ കഴിയില്ല. UDFിനെ പിണക്കി സ്വതന്ത്രനാവുകയാണെങ്കിൽ അത്തരത്തിൽ നിലകൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം നേടാനുള്ള സാഹചര്യങ്ങൾ തുലവും വിരളവുമാണ് നിലമ്പൂരിൽ. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും 2 മുന്നണികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കാൻ അൻവറിനെ കൊണ്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ഗുണഫലം ആർക്ക് കിട്ടുമെന്നതുകൂടി വലിയ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അൻവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉണ്ട് എന്ന് പറയാനാകില്ല. മറിച്ച് UDFിനൊപ്പം നിൽക്കുന്നതിന് തനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. അതിൽ കുറച്ചുകൂടി ഒരു പരിഗണന വേണം എന്നൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് നടത്താൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയൂ. അതിൻ്റെ ആ ശ്രമങ്ങളുടെ ആദ്യ ഘട്ടങ്ങളുടെ ഭാഗമായിട്ട് കാണാം അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഇത് അദ്ദേഹത്തിന് പറയാനുള്ളത്, അൻവറിന് പറയാനുള്ളത് കേൾക്കുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന വിശദീകരണമാണ് ലീഗിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശരി.
ഇനി LDFന്റെ ഭാഗത്തുള്ള ചർച്ചകളിലേക്ക് വന്നാൽ അനുമോദ്, ഇന്നിപ്പോ അവിടെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ ചേരുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ ഒരു കരുത്തനായ നേതാവ് വേണോ, അതോ പുറത്തുനിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണമോ? ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ, അതോ ഏതാണ്ട് ഒരു ധാരണയിലേക്കെങ്കിലും LDF എത്തുന്നുണ്ടോ? LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴും ചർച്ചകളിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണോ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു ധാരണയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടാണെങ്കിൽ നിലമ്പൂരിൽ മുൻപ് മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യുവിനെ പോലെയുള്ള ആര്യടൻ മുഹമ്മദിനെതിരെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ച നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. അതേപോലെ ഷെറോൺ റോയ്, അവർ വഴിക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമാണ്. വഴിക്കടവിൽ അട്ടിമറി വിജയം നേടിയ നേതാവ് കൂടിയാണ് ഷെറോൺ റോയ്. നിലമ്പൂർ മണ്ഡലത്തിലുള്ള സ്വദേശി ആണ് എന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. വനിതയാണെന്നത് സ്വാഭാവികമായിട്ടും വനിതകൾക്ക് പരിഗണന കൊടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഈ ഷെറോണയെ സ്ഥാനാർത്ഥികളുടെ ഇടതുപക്ഷത്തിന് ലഭിക്കും. ഇനി അതല്ല, സ്വരാജിനാണ് ഈ ചർച്ചകളിൽ ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സ്വരാജാണെങ്കിൽ മത്സരം കുറെ കൂടി കടുത്തതാകും, വിജയസാധ്യത ഉറപ്പിക്കാനാകുമെന്നൊരു കണക്കൂട്ടലും ഇടതുപക്ഷത്തിനുണ്ട്. കാരണം സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ നിലമ്പൂർ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്, ഉന്നത നേതാവാണ്, മികച്ച പ്രഭാഷകനാണ്. അണികളെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാനും തീക്ഷ്ണമായ ഭാഷയിൽ മറുപടി പറയാനും പാർട്ടി നിലപാടുകൾ കൃത്യമായി അണികളിലേക്ക് എത്തിക്കാനും എതിരാളികൾക്ക് വിമർശനം ഉന്നയിക്കാനും ഒക്കെ എതിരാളികളെ വിമർശിക്കാനും ഒക്കെ വലിയ പ്രാഗൽഭ്യമുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും സ്വരാജാണെങ്കിൽ മത്സരം ഷൗക്കത്തിന് എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് സ്വരാജിന് തന്നെയാണ് പ്രധാനമായിട്ടും പരിഗണനയുള്ളത്. പക്ഷേ അതല്ലെങ്കിൽ ഷെറോൺ റോയ് അല്ലെങ്കിൽ തോമസ് മാത്യു എന്നീ പേരുകളിലേക്കും ചർച്ചകൾ നീളുന്നുണ്ട്. എന്നാണെങ്കിൽ ഒരു അന്തിമ ചിത്രം ഇന്ന് വൈകുന്നേരത്തോടെ ലഭ്യമാകും ഈ ഒരു യോഗത്തിന് ശേഷമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം PV അൻവറിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. ജോയിക്കാണ് വിജയസാധ്യത എന്ന നിലപാടുള്ള നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും അൻവർ സമ്മർദ്ദം ശക്തമാക്കിയതോടെ വഴങ്ങിക്കൊടുക്കരുതെന്ന നിലപാടിൽ നേതാക്കളെല്ലാം ഒന്നിക്കുകയായിരുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ സമ്മർദ്ദം എന്നത് അൻവറിന്റെ ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരു വശത്ത് നിൽക്കുകയും അൻവർ പതിവ് സമ്മർദ്ദം തുടരുകയും ചെയ്യുന്നപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് അൻവർ തന്നെയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു ഏകാഭിപ്രായം, അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നൊരു ഏകാഭിപ്രായം നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു ശ്രീജ. അതുമാത്രമല്ല, ഇന്നലെ അൻവർ നടത്തിയ പ്രതികരണവും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പല ഘട്ടങ്ങളിലായി മത്സരിക്കുമെന്ന സൂചന നൽകുന്നു. അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദ നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കേവലം അൻവറിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് UDFനും ഇതൊരു പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 2-3 ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പായിക്കോട്ടെ, അതിനു മുൻപ് പുതുപ്പള്ളിയും അതിനു മുമ്പ് തൃക്കാക്കരയൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രശ്നങ്ങളില്ലാതെ, മുന്നണിക്കുള്ളിലോ പാർട്ടിക്കുള്ളിലോ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഇലക്ഷൻ തന്ത്രമായിരുന്നു അന്നെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അതേ തന്ത്രം തന്നെ ഇവിടെ നടത്താനുള്ള ശ്രമവും ഇതിനകം തന്നെ നടത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു കല്ലുകടിയായി പിന്നെയും അൻവറിന്റെ പ്രശ്നം പലതവണ നേരത്തെ ഉണ്ടായത്. അത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അൻവർ യഥാർത്ഥത്തിൽ ഒരു തലവേദനയായി UDFന് മാറുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ഉണ്ടായത്. അതുകൊണ്ടാണ് അൻവറിന് വഴങ്ങിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് പിന്നെയും വലിയ ദുരിതങ്ങൾ ഇനി ഭാവിയിലും ഉണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തിയത്. ഫലത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഏതാണ്ട് എല്ലാവരുടെയും മനസ്സിൽ VS ജോയി തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. കാരണം ജയസാധ്യത കൂടുതൽ ജോയിക്കാണ് എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് പ്രാദേശികമായുള്ള ചില എതിർപ്പുകൾ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് അതൊരു ഇടതുമുന്നണിയുടെ മണ്ഡലമാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി.
അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലം, ചെറിയ വോട്ടാണെങ്കിലും അങ്ങനെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോയിയെ പരിഗണിക്കാൻ തന്നെയായിരുന്നു നേതാക്കളുടെ ആഗ്രഹം. പക്ഷെ പിന്നെയും ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്നു അൻവർ. അങ്ങനെ അൻവറിന് വഴങ്ങിയാൽ അത് മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും, തെറ്റായ കീഴ്വഴക്കമായി മാറും. അതാണ് ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ആര്യാടൻ ഷൗക്കത്തും ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDFന്റെ ഒരു കണക്കുകൂട്ടലുള്ളത്. പക്ഷെ കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ VS ജോയിക്കായിരുന്നു സാധ്യത. അവിടെയാണ് അൻവറിന്റെ തന്നെ ചില നീക്കങ്ങൾ UDFനും കോൺഗ്രസിനും ഒക്കെ തലവേദനയായി മാറിയിരിക്കുന്നത്. ആ തലവേദന ഇപ്പോഴും തുടരുകയുമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും തീരത്തടിയുന്ന ആശങ്ക. കൊച്ചിക്ക് സമീപം അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുകയാണ്. തിരുവനന്തപുരത്താണ് ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞ നിലയിൽ കണ്ടത്. അഞ്ചുതെങ്ങ്, മാമ്പള്ളി, വർക്കല, പാപനാശം, മാമ്പ്ര തീരപ്രദേശങ്ങളിലായി 4 കണ്ടെയ്നറുകൾ എത്തി. ഇതിൽ 2 എണ്ണം തകർന്ന നിലയിലാണ്. പാപനാശത്ത് വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾക്കടുത്തേക്ക് ആളുകൾ പോകുന്നത് തടയാൻ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടെയ്നറിലെ ചാക്ക് പൊട്ടി വെളുത്ത പൊടി പാപനാശത്ത് പരന്നതോടെ വലിയ ആശങ്കയാണുള്ളത്. അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഈ
വാർത്തയൊക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ? അവിടേക്ക് ഉദ്യോഗസ്ഥരും അധികൃതരും ഒക്കെ എത്തുന്നുണ്ടോ? ഈ ആളുകൾ ഇപ്പോഴും ഇതിന് സമീപത്തു കൂടിയൊക്കെ നടക്കുന്ന അവസ്ഥയുണ്ടോ? രാവിലെ 2 മണിയോടെയാണ് ഈ കണ്ടെയ്നർ പാപനാശം ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞത്. ആ സമയം 4 മണി മുതലാണ് പാപനാശം ബലിമണ്ഡപത്തിൽ ബലിതർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. ഈ സമയമാണ് അവിടെ എത്തിയ ഭക്തജനങ്ങൾ ഈ കണ്ടെയ്നറിനടുത്തേക്കും കണ്ടെയ്നറിൽ നിന്ന് വീണ ചാക്കിനടുത്തേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് പോലീസിന്റെ യാതൊരു സുരക്ഷാ സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല 2 ബീച്ച് പോലീസുകാർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം 7 മണിയോടുകൂടി പോലീസ് സ്ഥലത്തെത്തുകയും തീരത്ത് ഉണ്ടായിരുന്നവരെ മാറ്റുകയും ഈ കടലിൽ കിടന്ന കണ്ടെയ്നർ നാട്ടുകാർ കൂടി സഹായത്തോടു കൂടി ഇതിനെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതിയുണ്ടായി. ഇപ്പോൾ അവിടെ ഇതിന് ഭാഗത്തിനടുത്തേക്ക് ആരെയും തന്നെ പോകാൻ അനുവദിക്കുന്നില്ല. എന്നാലും ആദ്യഘട്ടത്തിൽ ഉണ്ടായതാണ് ഈ സുരക്ഷാ വീഴ്ച. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കൊച്ചിയിൽ വീണ കപ്പലുകളിൽ പലതും, കപ്പലിലെ കണ്ടെയ്നറുകളിൽ പലതും തീരത്തഴിഞ്ഞെങ്കിലും ഇതൊന്നും സ്ഥലത്തുനിന്ന് മാറ്റാനുള്ള നീക്കമൊന്നും ആയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതൊരു സൈഡിലുണ്ട്. ഒപ്പം ഈ കടലിൽ പരന്നിട്ടുള്ള എണ്ണപ്പാട, പലതരം എണ്ണയുണ്ട്, ആ കപ്പലിലെ ഓയിലുണ്ട്, ഡീസലുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിലൊക്കെ ഒരു പഠനം അല്ലെങ്കിൽ അത് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രീജ, 39 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തീരത്ത് അടഞ്ഞിട്ടുള്ളത്. അതിൽ 2 കണ്ടെയ്നറുകൾ ഇപ്പോൾ തിരുമുല്ലവാരത്ത് പാരിൽ തട്ടി മുങ്ങിക്കിടക്കുകയാണ്. അത് ഉയർന്നു വരുന്നില്ല എന്നാണ്. എന്തായാലും 39 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട് തീരത്ത് അടിഞ്ഞതുമായി ബന്ധപ്പെട്ട്. അതേസമയം ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടലിൽ എണ്ണപ്പാട ഉയരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് നീക്കാൻ വേണ്ടി ഒരു പൊടി വിതറി വരുന്നുണ്ട്. അതേസമയം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ രാസമാലിന്യങ്ങൾ പൊള്ളലുണ്ടാക്കുന്ന തരത്തിലേക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ തീരത്തിറങ്ങരുത്, കടലിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മുന്നറിയിപ്പോട് കൂടിയിട്ട് സർക്കാർ അത്തരം മുന്നറിയിപ്പുകളുണ്ട്. അതായത് തീരത്ത് കടലിൽ ഇറങ്ങരുത്, ബീച്ചിൽ ഇറങ്ങരുത് തുടങ്ങിയ മുന്നറിയിപ്പുകളുണ്ട്. ഈ മുന്നറിയിപ്പുകൾക്കൊക്കെ അവഗണിച്ച് ആളുകൾ തീരത്തിറങ്ങുന്നുമുണ്ട്. മാത്രമല്ല കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്നും ഈ മുന്നറിയിപ്പുള്ളത് തന്നെ ബീച്ചിലേക്ക്, അതായത് ഈ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലേക്കാണ് കൂടുതലും ഈ കണ്ടെയ്നറുകൾ എത്തിയിട്ടുള്ളതും എണ്ണപ്പാട് രൂപപ്പെടുന്നതുമൊക്കെ ഉള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം ആ തെക്കൻ കേരളത്തിനോട് അനുബന്ധിച്ചാണ് കൂടുതലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരപ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിലേക്ക് അധികം, കടലിലേക്ക് അധികം ആളുകൾ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. എന്നാലും 39 കണ്ടെയ്നറുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 39 കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള, അതായത് അതിനുള്ള വേഗത കുറഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം അതുകൊണ്ട് തന്നെ ആളുകൾ ആശങ്കയിലുമാണ്. മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കടലിൽ ഇറങ്ങരുത് അങ്ങനത്തെ നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഈ കടൽക്ഷോഭം അല്ലാതെ തന്നെ ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട്, കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഒരു സാഹചര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശ്രീജ, ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് സുധാകരൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട MSC എൽസ 3 എന്ന കപ്പലിൽ നിന്നുമുള്ള കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിന് സമീപത്തുള്ള തീരദേശത്തും വന്നടിയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ നിലവിൽ ഈ തീരദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്ന നിലയിലാണുള്ളത്. അതിൽ നിന്നുള്ള ചാക്കുകെട്ടുകളും മറ്റും തീരത്തടിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറിൽ നിന്നും പൊട്ടി പുറത്തേക്ക് വന്ന ചാക്കുകളിലെ വിവരങ്ങൾ പ്രകാരം LLDP അഥവാ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന ഒരുതരം രാസവസ്തുവാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ അഗ്രികൾച്ചർ, പാക്കേജിംഗ്, കൺസ്ട്രക്ഷൻ എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിനകത്തുള്ളത്. അത് തീരത്തെ പല ഭാഗങ്ങളിലും പൊട്ടി ഈ തീരത്തേക്ക് പടർന്ന രീതിയിലാണ് കാണുന്നത്. 2 കണ്ടെയ്നറുകൾ ഈ വസ്തുക്കൾ തന്നെയാണോ അതോ മറ്റു കണ്ടെയ്നറുകളിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകളാണോ എന്നൊന്നും വ്യക്തമല്ല. 2 കണ്ടെയ്നറുകളും നിലവിൽ കാലിയാണ്. അതിനകത്തൊന്നും തന്നെ കാണാനില്ല. ഒന്ന് പൊട്ടി പരിപൂർണമായി തീരത്തടിഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് ഭാഗികമായി തകർന്നിട്ടാണുള്ളത്. തീരദേശവാസികൾ നിലവിൽ ആശങ്കയിലാണ്. നിലവിൽ ഇവിടെ
സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് പോലീസും തീരദേശ പോലീസും കോസ്റ്റൽ ഗാർഡും അടക്കം പോലീസ് നിലവിൽ തീരദേശത്തുണ്ടെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ നിന്നടക്കം ജീവനക്കാർ എത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിവിടെ നീക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുലർച്ചെ 4 മണിയോടെ കൂടിയാണ് ഇവിടെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ അറിയുന്നതും തുടർന്ന് കോസ്റ്റൽ ഗാർഡും 5 തെങ്ങ് പോലീസും മറ്റും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഇവിടെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വെളുപ്പാകാലം 3 മണിക്ക് കടപ്പുറത്ത് പോകാൻ ഇവിടെ കുറച്ച് ആൾക്കാർ വരുമായിരുന്നു. അവർ കണ്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു കണ്ടെയ്നർ അടഞ്ഞു കിടക്കുന്ന അപ്പം ആശങ്കയോടെ നമ്മൾ ഓടി വന്ന് നോക്കി. ഇങ്ങനെ എന്താണെന്ന് അറിയാൻ വയ്യല്ലേ, ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടെന്ന് പറയുന്നില്ലേ, അങ്ങനെ എന്താണെന്ന് ഏതാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഓടി വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. തെക്കൻ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ പല ഭാഗങ്ങളിലായി തീരത്തടിയുന്നുണ്ട്. പാപനാശത്തും ഇപ്പോൾ 5 തെങ്ങിലും 2 കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് തീരത്തടിഞ്ഞിരിക്കുന്നത്. എങ്കിലും പ്രദേശവാസികൾ നിലവിൽ ആശങ്കാകുലരാണ്. കാരണം ഇതിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം എത്രത്തോളമാണെന്ന് നിലവിൽ മനസ്സിലായിട്ടില്ല. അത് അധികൃതരുടെ ഭാഗത്തു നിന്നും അതിനൊരു വ്യക്തമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. നിലവിൽ ദുരന്ത നിവാരണ സമിതി ഇങ്ങോട്ടേക്ക് എത്തി, കലക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ട് എത്തിയതിനു ശേഷം മാത്രമേ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇത് നീക്കുന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടാവുള്ളൂ. അതുവരെ ജനങ്ങൾ ആശങ്കാകുലരായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് 5 തെങ്ങിൽ നിന്നുള്ളത്. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. മഴ കനത്തതോടെ മഴക്കെടുതിയും തുടരുകയാണ്. അടിമാലി കുമളി ദേശീയപാതയിൽ കരിമ്പിൻ ചുരുളിക്ക് സമീപം മണ്ണിടിഞ്ഞു. പുലർച്ചെ 4 മണിയോടെ ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോട്ടയം രാമപുരം കൂത്താട്ടുകുളം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അമനക്കരയ്ക്ക് സമീപമാണ് പാലമരം കടപുഴകി വീണത്. മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ, വി കെ സ്റ്റാലിൻ എന്നിവർ ചേരുന്നുണ്ട്. ഷംന, ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാര്യമായി തന്നെ സംസ്ഥാനത്തൊട്ടാകെ മഴക്കെടുതി രൂക്ഷമാവുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ?
ശ്രീജ, ഇന്ന് സംസ്ഥാന വ്യാപകമായി മഴയുണ്ട്. 3 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലേർട്ട് എങ്കിലും മറ്റ് ജില്ലകൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മാത്രവുമല്ല, ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാലവർഷ മഴയ്ക്ക് പുറമെ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാവുകയും അതുമൂലം ഉണ്ടാവുന്ന ഒരു മഴ കൂടി ഇത്തവണ മഴക്കാലത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, അതിനോടുകൂടി തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ വരും ദിവസങ്ങളിൽ ശക്തമാവാനാണ് സാധ്യത. പ്രത്യേകിച്ച് അടുത്ത 5 ദിവസത്തിന് ശക്തമായ മഴയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന പുതിയ ന്യൂനമർദ്ദവും ഒപ്പം അറബിക്കടലിലെ ന്യൂനമർദ്ദവും ഒപ്പം കാലവർഷ മഴയും ഇങ്ങനെ എല്ലാം ചേർന്ന ഒരു മഴക്കാലമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയായിരിക്കും, വ്യാപക മഴയായിരിക്കും. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തവണ മഴക്കാലത്ത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന്. അതിന് കാരണം എല്ലാ തവണയും തെക്കൻ കേരളത്തിൽ മഴക്കാലം എത്തിയതിനു ശേഷം പിന്നീട് അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല. ആദ്യം എത്തുന്നത് വടക്കൻ കേരളത്തിലാണ്, പിന്നീടാണ് അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്നത്. അങ്ങനെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാവുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് അടുത്ത 5 ദിവസത്തേക്ക് കനത്ത ജാഗ്രത വേണം. മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഈ മഴക്കെടുതി അതിരൂക്ഷമാവുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, സ്ഥിതി മാറുന്നു. വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഈ മഴക്കെടുതി കൊണ്ട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്നു. മരങ്ങൾ വീണും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണും ഒക്കെ ഗതാഗതം തടസ്സപ്പെടുന്നു. നിരവധി ട്രെയിൻ യാത്ര വരെ ഇപ്പോൾ താറുമാറാവുന്ന അവസ്ഥയിലാണ്. 2 ട്രെയിൻ ഗതാഗതം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു നാശനഷ്ടം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ശക്തമായ മഴയെ കൂടാതെ അതിശക്തമായ കാറ്റ് കൂടി ഈ നാശം വിതക്കുന്നതിന് വലിയൊരു കാരണമായി മാറുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട്. കാരണം രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് അതിശക്തമായ കാറ്റാണ് സംസ്ഥാനത്ത് ഒട്ടാകെയുള്ളത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീഴുന്നു, വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നു. ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ കൂടുതലായും സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ആശങ്കയ്ക്ക് വകയുണ്ടാക്കുന്നതാണ്. ഒപ്പം ഇനി ട്രെയിൻ ഗതാഗതത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിരവധി ട്രെയിൻ ഗതാഗതം ഇപ്പോൾ ഏറെ വൈകിയാണ് ട്രെയിനുകൾ ഓടുന്നത്. 2 ട്രെയിനുകൾ ഇപ്പോൾ നിർത്തിവെച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. എന്തായാലും സംസ്ഥാനമൊട്ടാകെ മഴ കനക്കുന്നു, മഴക്കെടുതികൾ രൂക്ഷമാകുന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന പുതിയ ന്യൂനമർദ്ദം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഒപ്പം തന്നെ ബംഗളൂരു, മുംബൈ, ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ്. നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണം വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും വ്യാപകമായ മഴയും മഴക്കെടുതികളും രൂക്ഷമാവുകയാണ്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. VK സ്റ്റാലിൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. സ്റ്റാലിൻ, അടിമാലി കുമളി ദേശീയപാതയിൽ ചുരുളിക്ക് സമീപം മണ്ണിടിഞ്ഞിരുന്നു. ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വലിയ ആശങ്ക ഉണ്ടാവുന്നുണ്ട്. നിലവിൽ ഇടുക്കിയുടെ മലയോര മേഖലകളിലെ സ്ഥിതി എന്താണ്? ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്? ശ്രീജ, തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. ഇതുപോലെ മഴ തുടർച്ചയായി നിൽക്കുമ്പോഴാണ് മലയോര മേഖലകളിലെ മിക്കവാറും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ മുൻപും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴ പലയിടങ്ങളിലും ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അടിമാലി കുമളി ദേശീയപാതയിൽ രാത്രി 2 മണിയോടുകൂടി മണ്ണിടിച്ചിലുണ്ടായി. ഏതാണ്ട് 4 മണിയോടെ ഫയർഫോഴ്സ് സംഘം എത്തി മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വലിയ ശക്തമായ മണ്ണിടിച്ചിലല്ല ഉണ്ടായത് എങ്കിൽ കൂടി പലയിടങ്ങളിലും ഇതേ തരത്തിലുള്ള മണ്ണിടിച്ചിൽ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം വീണിട്ടുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പാറ വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജില്ലയിലെ വ്യാപകമായി തന്നെ മഴ ശക്തമായി തുടരുകയാണ്. അതോടൊപ്പം ജില്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ഇന്നലെ 33 അംഗ സംഘം ജില്ലാസ്ഥാനത്ത് ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം എത്തിയിട്ടുണ്ട്. ജില്ലയിലെ ഏത് സാഹചര്യവും നേരിടാനുള്ള ഒരു കരുതലോട് കൂടിയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട്. ശ്രീജ,
ശരി, ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. അക്കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് മരമൊക്കെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും പല ട്രെയിനുകളും 4-5 മണിക്കൂറൊക്കെ വൈകിയാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി സമയക്രമം നോക്കിയ ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. മലബാർ എക്സ്പ്രസ്, അന്ത്യോദയ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, തിരുവനന്തപുരം നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്, ഗുരുവായൂർ എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം എക്സ്പ്രസ്, അങ്ങനെ നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ്. അതുകൊണ്ട് സമയക്രമം നോക്കിയ ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. ദേശീയപാത 66-ലെ അശാസ്ത്രീയ രൂപകൽപ്പനയുടെ ദുരിതം അനുഭവിക്കുകയാണ് വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലുള്ള ആളുകൾ. പുത്തനത്താണിയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകൾ മേൽപ്പാലത്തിന്റെ കൈവഴികൾക്ക് താഴെ വലം വെച്ച് കറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. സർവീസ് റോഡും ഡ്രെയിനേജും ഇല്ലാത്തതിനാൽ പ്രദേശത്തെ വീടുകളിലേക്കാണ് മലിനജലം മുഴുവൻ ഇപ്പോൾ കുത്തിയൊലിച്ചെത്തുന്നത്. അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയപാത 66-ൽ വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് മുകളിലുള്ളത് പുത്തനത്താണിയിലെ ഓവർബ്രിഡ്ജാണ്. ഇതുവഴിയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ രണ്ട് മേഖലയ്ക്കിടയിൽ സർവീസ് റോഡില്ല എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും വെട്ടിച്ചിറ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡ് അതുവഴി ഈ പാതയ്ക്ക് അരികിലൂടെ വളഞ്ഞ് തിരിച്ച് പഴയ റോഡിലേക്ക് കയറുന്നു. തിരിച്ച് ആ പഴയ റോഡിലൂടെ വാഹനങ്ങൾ ഇവിടെ വന്ന് ഈ ഭാഗത്ത് തിരിഞ്ഞു വേണം പോകുവാൻ. അപ്പോൾ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിയിണക്കുന്ന തരത്തിലൊരു സർവീസ് റോഡാണ് ഇവിടെ അത്യാവശ്യമായി വേണ്ടത്. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ദുരിതത്തിലാവുന്നത് ഈ മേഖലയിലെ പ്രദേശവാസികൾ കൂടിയാണ്. നമ്മുടെ വെട്ടിച്ചിറയുടെയും പിന്നെ അതുപോലെ തന്നെ പുത്തനത്താണിൻ്റെ ഇടയിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കാരണം ഈ സർവീസ് റോഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് നിരന്തരമായിട്ട് പിന്നെ വാഹനങ്ങൾ ഇപ്പോൾ കർവ് തിരിഞ്ഞു വരണം. അതുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് നിന്നിരുന്ന വലിയ വെള്ളക്കെട്ട് ഇപ്പം താഴേക്ക് നോക്കിയാൽ അറിയാം, ഈ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും ഒരു മഴ പെയ്താൽ വെള്ളത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണ്, വെള്ളക്കെട്ടിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇവരോട് പറഞ്ഞിരുന്നു. ഈ കർവ് ഇവിടെ പണി നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഈ കെട്ട് ഒഴിവാക്കിയിട്ട് നേരെ ഈ സർവീസ് റോഡ് മുഴുവനാക്കണമെന്നും ഈ പ്രദേശത്ത് റീറ്റെയിനിങ് വാൾ കെട്ടണമെന്ന്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ പ്രദേശം ഇങ്ങനെ ആകെ പ്രദേശം ഒരു മണ്ണ് കൂനായിട്ട് കിടക്കുകയാണ്. ഇവിടെ ശരിക്കും റീറ്റെയിനിങ് വാൾ കെട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മണ്ണ് ഇടിയാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വളരെയധികം നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഗതി എന്തായാലും ഇപ്പോൾ കൂരിയാടുണ്ടായ അപകടത്തോടു കൂടി എല്ലാവരും പരിഭ്രാന്തിയിലാണ്. നമ്മളുടെ ഒക്കെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ KNRC വളരെ ശാസ്ത്രീയമായിട്ടാണ് പണികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ഒരു ജനസമൂഹം അധിവസിക്കുന്ന. ഇതിപ്പോൾ ഈ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന നേരെ വീടുകളിലേക്കാണ്. ഈ ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റിൽ ഇവിടെ ഇടമഴ പെയ്തപ്പോൾ അപ്പോൾ ഈ താഴെ കാണുന്ന ഈ വീട്ടിൽ അവർക്ക് ഏകദേശം ഒരു 3ഓളം വീടുകളിൽ ഒരാളുടെ അരഭാഗത്തോളം കണ്ട് മണ്ണടിഞ്ഞ് പുതിയ വീടുകൾ. ഇവരൊക്കെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഹൈവേയുടെ നഷ്ടപരിഹാരം കിട്ടിയിട്ട് ഹൈവേ മാറി താമസിച്ച ആളുകളാണ്. വീണ്ടും അതിന്റെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ കാര്യം ആവശ്യപ്പെട്ട് ഇവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. KNRCയുടെ ഈ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പരിഹരിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. മാത്രമല്ല മഴക്കാലം കൂടി വന്നതോടെ ഇവിടെ ജീവിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തെ അതിജീവിക്കുക എന്നുള്ളത്. ചെളിയും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ഈ വെള്ളം ഇവിടെ കൂടിക്കിടക്കുന്ന ഈ വെള്ളവും മണ്ണുമൊക്കെ നേരെ താഴേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് കുത്തിയൊലിച്ചു പോകുന്നത്. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പലപ്പോഴും ഈ ഹൈവേക്ക് വേണ്ടി വീടും സ്ഥലവും ഒക്കെ വിട്ടുകൊടുത്ത് രണ്ടാമത് വീട് എടുത്ത് താമസിക്കുന്നവരാണ് ഈ മേഖലയിലുള്ളവരൊക്കെ. അവരൊക്കെ വീണ്ടും ഈ മേഖലയിൽ നിന്ന് താമസം മാറേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. വീടുകളിൽ വലിയ പരിതാപകരമായ അവസ്ഥയാണ് നിലവിലുള്ളത്. അവരൊക്കെ പൊന്നും വിലയുള്ള ഈ സ്ഥലവും വീടും ഹൈവേക്ക് വിട്ടുകൊടുത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിച്ചതായിരുന്നു. ഇപ്പോൾ മഴ പെയ്തോടുകൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന രീതിയിലാണ് ചളിയും കല്ലും മണ്ണും അടക്കം ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ള ഈ മുഴുവൻ ചളിയും അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏകദേശം മറ്റൊരു വാർത്തയിലേക്ക്. ടൊവിനോ ചിത്രത്തെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മർദ്ദിച്ചു എന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ്. ഉണ്ണി മുകുന്ദൻ കരണത്തടിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. മാനേജർ വിപിൻ കുമാറിന്റെ പരാതിയിൽ ഉണ്ണി മുകുന്ദനോട് അമ്മ വിശദീകരണം തേടി. ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല.
HLPB പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ച് പറഞ്ഞു, ഞാൻ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇവർ 6 വർഷമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വളരെ മോശമായ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ അമ്മ വിശദീകരണം തേടുമ്പോൾ ഉണ്ണി മുകുന്ദനെ കിട്ടുന്നുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, ഈ നരിവേട്ടയെ പ്രശംസിച്ച് വിപിൻ പോസ്റ്റ് ഇട്ടതാണ് ഉണ്ണി മുകുന്ദനെ ചൊടിപ്പിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും കഴിഞ്ഞ 6 വർഷമായി ഇവർ ഒന്നിച്ചുണ്ടായിരുന്നത് മാത്രമല്ല, ഈ ഉണ്ണി മുകുന്ദൻ്റെ പ്രൊഫഷണൽ മാനേജർ കൂടിയായിരുന്നു വിപിൻ. അതേസമയം ഈ മാർക്കോ സിനിമയുടെ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ്റെ ചിത്രങ്ങളൊന്നും വിജയം കണ്ടില്ല. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയിരുന്ന ചിത്രത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ണി മുകുന്ദനെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കിയത് മാത്രമല്ല, ഒരു പുതിയ താരത്തെ വെച്ച് അനൗൺസ് ചെയ്ത ഒരു സിനിമയുടെ നായകനെ ആ താരത്തെ മാറ്റി തന്നെയാക്കാൻ ഈ മാനേജറെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊന്നും സക്സസ് ആയിട്ടില്ല. അത്തരം ഫ്രസ്ട്രേഷൻസ് ഒക്കെ പുള്ളി കൂടെയുള്ള ആളുകളോടാണ് തീർക്കുന്നത് എന്നുള്ളതാണ് മാനേജറുടെ പരാതി. ഈ പരാതിയെ തുടർന്ന്, അതായത് ഈ നരിവേട്ടയുടെ പോസ്റ്റിനെ തുടർന്ന് ആണ് ഈ ഉണ്ണി മുകുന്ദൻ മാനേജറെ വിളിച്ചിട്ട് മാനേജർ പോസ്റ്റിൽ നിന്നും ഒഴിയണം എന്ന് പറഞ്ഞതും അതങ്ങനെ തന്നെ അദ്ദേഹം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർന്നും ഈ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ഇറിറ്റേഷൻസും ഒക്കെ തുടരുകയും ഇയാളെ ഫോണിൽ വിളിച്ചിട്ട് പേഴ്സണലി സംസാരിക്കണം എന്ന് പറഞ്ഞ ശേഷമാണ് ഇയാളുടെ ഫ്ലാറ്റിലേക്ക് ചെന്ന് ഇത്തരത്തിൽ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ചത്. അത് പിന്നീട് മുന്നിൽ കണ്ടെത്താൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളത്. എന്തായാലും ഇതൊക്കെ ഈ കൊലപാതക ശ്രമം ഉൾപ്പെടെ ചേർത്തിട്ടാണ് FIR ഇൻഫോ പാർക്ക് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ഒക്കെ മാനേജർ വിപിൻ പരാതി നൽകിയിരുന്നു. അമ്മ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദൻ അതിന് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഇനി അതാണ് അറിയേണ്ടത്. ഉണ്ണി മുകുന്ദനെ ഫോണിൽ ലഭ്യമായില്ല എന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. നിയമ നടപടി സ്വാഭാവികമായും നേരിടേണ്ടി വരികയും ചെയ്യും. എന്തായാലും രാവിലെയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. ഈ വാർത്തകളൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ വിശാലമാവും, കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകും. അപ്പോൾ ആ വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. ന്യൂസ് ട്രെൻഡ്സ് ഈ വിഷയങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കും ഇടവേളയ്ക്ക് ശേഷം.